വേണ്ട നടക്ക് വല്ലാതെ ഒരു ചെവിയിലെ മൊബൈലും കട എവിടെ ഇപ്പില്ല ശൈത്താനായിട്ട് നോക്കി തന്നെയാണ് കട നോക്ക് ഇതന്നെയാണ് കേക്കോട് കഴിപ്പായാലേ അതെ ദിവസമായി എൻ്റെ മൊബൈൽ ചെയ്യുമ്പോൾ നടക്ക് വല്ലാതെ തന്നെയല്ലേ പറഞ്ഞ കട അടി സ്വൈര്യം ബോധിയില്ല പണ്ടാരം കെട്ടിയിട്ട് എന്താ എനിക്ക് ചോയല് പിടിച്ച ആറിന് കിടന്നിട്ട് ശൈത്താനൊക്കെ നോക്ക് എന്ത് പാട്ട് ഇവിടെ വന്നിട്ട് ഇതാണ് എൻ്റെ അടുത്താണ് ഫോൺ തന്നെ കുറുപടിക്കാൻ പോയിട്ട് അവിടെ ഒരു ഷോപ്പിൽ നോക്കിയപ്പോ അവിടെ റീചാർജ് സിം കാർഡ് മാത്രം ഇവിടെ ഐഫോൺ കൊടുക്കുന്നുണ്ട് നോക്കിക്കൂടെ ചെയ്താനെ പറഞ്ഞു കൊടുക്കടാ ഈ മീൻ എവിടെ വെക്കാ കാലേ എൻ്റെ അടുത്ത് ഇജ്ജി നോക്കറാ നോക്കിക്കോടെ പാലാലെ നമ്മളെ ദുൽഖർ സൽമാൻ വരെ ദുൽഖറിന്റെ പേരക്കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ദുൽഖറാണ് അങ്ങനല്ല അല്ലെങ്കിൽ ഇത് നല്ല സാധനം ഐഫോണിൽ തന്നെ ഏറ്റവും ഡിസൈൻ എനിക്കൊന്നും അറിയില്ല നോക്കട എങ്ങണ്ട് ചെയ്താനെ ബ്രോ നമ്മള് വീഡിയോ കാണുന്ന അതല്ല അതായത് നമ്മള് പക്ക ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടാണ് പറഞ്ഞു കൊടുക്കേ ഓപ്പൺ ആയിട്ടാണ് നമ്മൾ പറഞ്ഞു ചൂടനല്ലേ ഓക്കെ നമ്മള് ഓപ്പൺ ആയിട്ടാണ് പറഞ്ഞു കൊടുക്കല് അപ്പൊ ഇതില് ബാറ്ററി ബൂസ്റ്റ് അതായത് കടയില്ലേ ബൂസ്റ്റ് എനിക്ക് ഇവിടെ 150,000 ബൂസ്റ്റ് കൊടുക്കണ നല്ലത് ബൂസ്റ്റിക്കാ കൊടുക്കണത് പേരെ കണ്ട് വാട്ട അല്ല വാട്ട അടിച്ച് പൊടിച്ചാണ് ചൈത്താന എന്ത് വീഡിയോ അത് ബൂസ്റ്റ് വീഡിയോ ആണ് സച്ചിന്റെ വീഡിയോ വെൽക്കം ബാക്ക് അഗൈൻ ആർക്കിടോക്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അറിയാലോ ടൈറ്റിലും തംബ്നെയിലൊക്കെ കണ്ട പോലെ തന്നെ ബാറ്ററി ബൂസ്റ്റിംഗ് നമുക്ക് ബാറ്ററി ചേഞ്ച് ചെയ്ത പ്രൊഡക്റ്റ് എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്തതും അതുപോലെ തന്നെ സെയിൽ ചെയ്ത എക്സ്പീരിയൻസ് ആണ് മെയിൻ കാണിച്ചു തരാൻ വന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത പോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം. എന്താണ് ബാറ്ററി ബൂസ്റ്റിംഗ്, അതുപോലെ തന്നെ ബാറ്ററി ചേഞ്ച് ചെയ്ത പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമുക്ക് പണി കിട്ടുമോ എന്നുള്ള ഡൗട്ടൊക്കെയാണ്. നമ്മൾ വലിയ പൈസ കൊടുത്തിട്ട് ഒരു ഐഫോൺ വാങ്ങുമ്പോൾ അതിൻ്റെ പിന്നിൽ കുറേ നൂലുമാലകളുണ്ട്. സോ ഇന്ന് ആ നൂലുമാലകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കുറേ ആൾക്കാർക്ക് ഐഡിയ ഇല്ല. സോ വീഡിയോ സ്കിപ്പ് ചെയ്യായിരുന്നു കാണാം. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക നമ്മളെ രീതിയിലുള്ള റിവ്യൂ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ ഗൈസ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഐഫോൺ 10s 10ഉം ഇത് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് പറഞ്ഞാൽ ഇതിൽ 84% ബാറ്ററി ഹെൽത്ത് കാണുന്നു, അതേപോലെ തന്നെ 91% ബാറ്ററി ഹെൽത്ത് ഇതിനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബാറ്ററി ഹെൽത്താണ് ആദ്യം നോക്കുക അല്ലേ? ഓഫ് കോഴ്സ് ബാറ്ററി ഹെൽത്ത് ആദ്യം നോക്കും. അപ്പോൾ നമ്മൾ ഈ ബൂസ്റ്റ് ചെയ്ത ബാറ്ററി എന്താണെന്നുള്ളത് ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ടുണ്ട്. അതായത് ഇത് എങ്ങനെ ബൂസ്റ്റ് ചെയ്യുക, ഇത് മാർക്കറ്റിൽ നമുക്ക് 84 എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടുമോ അല്ലെങ്കിൽ 90 എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടുമോ എന്നുള്ളതാണ് ഡൗട്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 90 സംതിങ് നിങ്ങൾ കണ്ടില്ലേ, ഈ ഫോൺ ഇറങ്ങിയ ഇയർ എത്രയെന്ന് നിങ്ങൾ ആലോചിച്ചുണ്ടോ? 2018-19 മോഡലിലാവും ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ടുണ്ടാവുക. 2018 ഇറങ്ങിയ മോഡലാണ്. അപ്പോൾ 2018, 19, 20, 21, 22 4 കൊല്ലം ഒരു ആപ്പിളിൻ്റെ ബാറ്ററി സെയിം സംഭവത്തിൽ നിൽക്കുമോ? നിൽക്കില്ല ഗൈസ്, നിൽക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് കച്ചവടക്കാർ ഇത് വിറ്റ് പോകാൻ വേണ്ടിയിട്ട് ബാറ്ററി ഹെൽത്ത് കൂടുതലുള്ള സാധനമാണ് മക്കളെ, ഇത് എടുത്തോളി, വില കുറച്ച് കൂട്ടി തന്നാളിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയവ് വിചാരിച്ച് നിങ്ങൾ വിശ്വസിക്കരുത്. അതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ബൂസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം വരുന്നത് എന്താ, ബാറ്ററി ബൂസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടുമോ എന്നുള്ളതാണ്. ഓക്കെ, ആ പണി കിട്ടുമോ എന്നുള്ള അടുത്തതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും. അതും ട്രസ്റ്റഡ് അല്ലാത്ത ഷോപ്പിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പണി കിട്ടും. അതെങ്ങനെ? അതായത് നമ്മൾ വേറെ ഷോപ്പിൽ നിന്ന് നിങ്ങൾ ഫോൺ എടുത്തുനിന്ന് കിട്ടും, വേറെ എവിടെ നിന്നും, ഇനി ഈവൻ ഇപ്പോൾ നമ്മളെ വിശ്വാസമുള്ളവരാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്നായാലും എടുത്തു കഴിഞ്ഞ് ഇൻ കേസ് സർവീസ് ബാറ്ററി സർവീസ് കാണിച്ചു കഴിഞ്ഞാൽ ആ ബാറ്ററിക്ക് നമ്മൾ എന്ത് പണിയണം, പൈസ കൊടുത്തിട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ വീണ്ടും ഈ ഫോൺ അയക്കേണ്ടി വരും. അപ്പോൾ ഈ ബാറ്ററി ബൂസ്റ്റിംഗ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഷോപ്പിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണ് ബാറ്ററി ബൂസ്റ്റിംഗ് ആണ്, ഇത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2-3% കുറയും. ഇൻ കേസ് സർവീസ് കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തോളാം എന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. സോ ഇതേ കണ്ടീഷനിൽ വേറെ ഏത് ഷോപ്പും കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. അതാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്. പിന്നെ ബാറ്ററി ബൂസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഫോണിന് വല്ല പണി കിട്ടുമോ എന്നുള്ളത് പേടിയും. അങ്ങനെ ഒന്നുമില്ല ഗൈസ്. കാരണം
നമുക്ക് ബാറ്ററി ബൂസ്റ്റിംഗ് ഏതായാലും നമുക്ക് ബാക്കപ്പിൻ്റെ കാര്യത്തിലായാലും സെയിം ആണ്. ഇത് ഇനിയിപ്പോൾ 85 ആയാലും 84 ആയാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നോർമൽ 84% ജെന്യൂൻ ബാറ്ററി ഹെൽത്താണ്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അത് നമുക്ക് യൂസ് ചെയ്ത് 1 വീക്ക് ചെക്കിങ്ങിൽ ഇട്ടിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ 2-3-4 ദിവസം ചെക്കിങ്ങിൽ ഇട്ടിട്ട് ഉള്ള സാധനമാണിത്. നിങ്ങൾ കണ്ടല്ലോ, ഈ നോർമൽ ഹെൽത്തിലേക്ക് വന്നതാണ് ഈ 84. ഇപ്പോൾ ഈ 91 ഇതിപ്പോൾ ഇനി 2-3 അപ്ഡേഷനും കുറേ യൂസിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ചെയ്യും, പെട്ടെന്ന് ഡൗൺ ആവും. അപ്പോൾ ഒരു 85, 84 ഒക്കെ ആകുമ്പോൾ സീനില്ല, നമുക്ക് എന്തുകൊണ്ട് ചെയ്യാം, യൂസ് ചെയ്തുകൊണ്ടിരിക്കാം. ബാക്കപ്പ് എല്ലാത്തിനും സെയിമാണ് ഗൈസ്, അപ്പോൾ അതിനോട്ട് ബേജാറാവണ്ട. പിന്നെ ഈ ബാറ്ററി ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഫോൺ അയക്കുമോ എന്നുള്ള ഒരു സംശയം വേറൊരു നമ്മൾ മുന്നിൽ ബാക്കി. അതായത് ഇപ്പോൾ മാർക്കറ്റിൻ്റെ സെയിം കറക്റ്റ് ഒരു അവസ്ഥ എന്താ പറയുക, ബാറ്ററി നമുക്ക് UAE നിന്ന് ചേഞ്ച് ചെയ്ത് വന്നു കഴിഞ്ഞാലും അതിന് വാട്ടർ ഗമ്മും വാട്ടർ റെസിസ്റ്റൻ്റൊക്കെ ചെയ്തിട്ടാവും ഇന്നിവിടെ വിപണിയിൽ ഇറങ്ങുന്നത്. അത് കേരളത്തിലെ ആൾക്കാർക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കില്ല. അത് കുറേ ആൾക്കാർ പറയാതെ വെക്കും, ഏത് അയക്കാത്ത പീസാണ്, വാട്ടർ പ്രൂഫാണ്, 100% ബാറ്ററി ഉണ്ട്, ഇത് ആക്റ്റീവ് ചെയ്ത സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കും. പക്ഷെ അതിലെല്ലാ കാര്യം ഗൈസ്. അപ്പോൾ ഇത് ബൂസ്റ്റ് ചെയ്യുമ്പോൾ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം 80 നമ്മൾ ഡയറക്റ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എന്ത് പണിയും 90 സംതിങ്ങിലേക്കാവും. സോ നമുക്കറിയുന്ന കാര്യങ്ങളാട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. കാരണം ഇനിയിപ്പോൾ കുറേ ആൾക്കാർ നമ്മളെക്കാട്ടി കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ കമൻറ്റ്സ് ചെയ്യുന്നതാണ്. സോ അവരെന്തായാലും നമ്മളെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചെയ്യണം. സോ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതായത് എന്ത് പണിയും, ഇത് ജെന്യൂൻ ബാറ്ററി മേ ബി 84 ആവും, ചിലപ്പം 80 ആവും, ചിലപ്പോൾ 76 ആവും. എന്നിട്ട് അതിൽ നിന്ന് എന്ത് പണിയും, സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഇത് ബൂസ്റ്റ് ചെയ്യും. ഓക്കെ, അത് ബൂസ്റ്റ് ചെയ്തിട്ട് 91 വരും. അപ്പോൾ 91 വരുമ്പോൾ ഇത് എന്ത് പണിയും, മാർക്കറ്റിൽ വിപണിയിൽ എന്ത് പണിയും, ബാറ്ററി ഹെൽത്ത് കൂടുതലുള്ള സാധനത്തിന് ഡിമാൻഡ് കൂടും. അപ്പോൾ എല്ലാവരും സാധനം എടുക്കും. സാധനം എടുത്ത് പോയി കഴിഞ്ഞ് ഒരു മാസം 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ബാറ്ററി ഹെൽത്ത് കുറഞ്ഞു, എൻ്റെ സർവീസ് കാണിച്ചു, എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ, അങ്ങനെ സെറ്റ് ചെയ്ത് തരാൻ പറ്റണം. അതാണ് ഞാൻ പറഞ്ഞത്, ട്രസ്റ്റഡ് ആയിട്ടുള്ള ഷോപ്പുകൾ മാത്രം തിരഞ്ഞെടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ അതിൻ്റെ ഒരു വശം മാത്രം. സോ 2022 ഐഫോൺ XS X ഒക്കെ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 85 അബോ 86, 88, 85, 84, 80 എന്നിങ്ങനെയുള്ള ബാറ്ററീസ് മാത്രം നോക്കിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ അയക്കാത്ത പീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫ്കോഴ്സ് ബാറ്ററി ചേഞ്ച് ചെയ്ത് പ്രൊഡക്റ്റ് എടുക്കാൻ നോക്കുക. ബാറ്ററി ചേഞ്ച് ചെയ്ത് എന്ന് പറഞ്ഞാൽ കൊലക്കുറ്റൊന്നുമില്ല ഗൈസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 100% ബാറ്ററി ഉള്ള ഫോൺ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൽ വാട്ടർ റെസിസ്റ്റൻറ്റ് കിട്ടില്ല. ബാക്കി എന്താ പറയുക, പെർഫോമൻസ് ഒക്കെ എല്ലാം സെയിം, ക്യാമറ സെയിം, അതേപോലെ കോളിംഗ് എല്ലാം, നെറ്റ്വർക്ക്, ഡാറ്റ യൂസിങ് എല്ലാം സെയിമിലോട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. അതായത് ഞാൻ ഫോൺ എടുക്കാൻ പോകുമ്പോൾ ബാറ്ററി ബൂസ്റ്റിംഗ് എടുക്കാം, പക്ഷേ നമ്മൾ ആ ഷോപ്പുകാരെ ഗ്യാരണ്ടിയിൽ പറയാം, നിങ്ങൾ ഇത് ആക്സെപ്റ്റ് ചെയ്യുമോ, സർവീസ് കാണിച്ചാൽ ആക്സെപ്റ്റ് ചെയ്യുമോ. അപ്പോൾ ഷോപ്പുകാർ പറയുന്നത് ഓക്കെ 1 മന്തിനുള്ളിൽ തന്നെ നമുക്ക് അറിയും കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ 1 മന്ത് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ, എവിടെ നിന്നാണെങ്കിലും. ഇനി അതല്ല, പിന്നെ കുറേ ആൾക്കാർക്ക് ബൂസ്റ്റിംഗ് വേറെ രീതിയിലുണ്ട്. അതായത് സർവീസർമാർ ചെയ്യുന്നൊരു ബൂസ്റ്റിംഗ് ഉണ്ട്, അത് വേറെ കേട്ടോ. അതായത് നമ്മൾ ബാറ്ററി നന്നാക്കിയിട്ട് ബൂസ്റ്റ് ചെയ്ത് ചാർജ് ചെയ്യുക, അത് വേറെ. ഇത് ഫോണിൻ്റെ ബൂസ്റ്റിംഗ് വേറെ. അപ്പം നമുക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നുള്ളതാണ്. അപ്പം അതാണ് അതിൻ്റെ ഒരു കേസ്. ഇനി നമുക്ക് 7+ വരികയാണെങ്കിൽ, ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ തന്നെ ബാറ്ററി ഓൾമോസ്റ്റ് ചേഞ്ച്ഡ് ആവും. അതായത് ബാറ്ററി മാറ്റിയ പ്രൊഡക്റ്റാണ്, 100% ബാറ്ററി ഉള്ളത്, 7+ഉം 7ഉം. നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ എടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ സർവീസർമാരുടെ ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡൗൺ ആയ ബാറ്ററിയെ നമ്മൾ പൊന്തിച്ചുകൊണ്ടില്ല, അതാണ് സർവീസർമാരുടെ ബൂസ്റ്റിംഗ്. അല്ലാതെ ഈ XSൽ സാധാ ബൂസ്റ്റ് ചെയ്യുന്ന പോലില്ല. അപ്പോൾ സോ ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, 100% ബാറ്ററിയുള്ള ഈ ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഫ്യൂച്ചറിൽ പ്രശ്നങ്ങളുണ്ടോയെന്ന് നമുക്ക് ഒരൊറ്റ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ബാറ്ററി ഹെൽത്ത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ യൂസിങ്ങിനനുസരിച്ചിട്ട് കുറയും, ഡൗൺ ആവും യൂസിങ്ങിനനുസരിച്ചിട്ട്. അതാണ് ഈ ആപ്പിളിൻ്റെ ഒരു കാര്യം. അതാണ് ഈ ഏറ്റവും കൂടുതൽ ഫോൺ വിറ്റ് പോകണമെന്നും ഏറ്റവും കൂടുതൽ മാർക്കറ്റ് സെയിലാവണം ഈ ഒരു സാധനം ആവണം. എന്താണെന്നറിയോ, ഈ ബാറ്ററി മാറ്റുക, ബാറ്ററി ഇതാക്കുക, ഇതുമ്പോൾ തന്നെ കുറേ എക്സ്പെൻസ് ആവും. അത് ഈ പ്രീമിയം സെഗ്മെൻറ്റിൽ പെടുന്ന ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലക്ഷറി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയാണ് ഈ ആപ്പിൾ എന്ന ബ്രാൻഡ്. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറഞ്ഞ തന്നെ. അപ്പോൾ നമ്മൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഡൗട്ട്സ് ഒരുപാടുണ്ടാവും. അപ്പോൾ 100% ഉള്ള ബാറ്ററി, അപ്പോൾ അതാണ് 100% ഉള്ള ബാറ്ററി മാറ്റിക്കൊണ്ടിരിക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഇതിന് ബാറ്ററി മാറ്റുമ്പോൾ അതാ ഈ സ്കൂറൊക്കെ അയച്ച് സാധാ പോലെ ഇതാക്കിയിട്ട് ബാക്കിൽ ഇവിടെയാണ് ബാറ്ററി വരിക, ഈ ഭാഗത്ത് ബാറ്ററി മാറ്റി എന്നിട്ട് എന്ത് പണിയും, വേറെ ബാറ്ററി ഇമ്പിൾഡ് ഇടും. വേറെ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ തന്നെ അതിൽ 100% ബാറ്ററി ആവും. എനിക്ക് നമ്മളിപ്പോൾ ഏത് ഷോപ്പായാലും ബാറ്ററി മാറ്റി കഴിഞ്ഞാൽ ആ മാറ്റുന്ന ബാറ്ററിക്ക് വാറണ്ടി കൊടുക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ചേഞ്ച് ചെയ്ത് തന്ന ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി മാറ്റിക്കൊണ്ട് വാട്ടർ റെസിസ്റ്റൻറ്റ് നഷ്ടപ്പെടുക എന്നുള്ളത് മാത്രം. രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്നുള്ളത്. അത് ഐഫോണിനെ കുറിച്ച് അറിയാത്തവരാണ്. ഫ്യൂച്ചറിൽ എന്ത് പ്രശ്നം വരാനാ, ബാറ്ററി നമ്മൾ മാറ്റണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഗൈസ്, യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറേ ആൾക്കാരുണ്ട്
ഈ ആപ്പിൾ ഉപയോഗിച്ചവൻ ആപ്പിൾ തന്നെ ഉപയോഗിക്കുമെന്ന് കിട്ടില്ല. അപ്പോൾ ഈ 30 Pro Max ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ 14 ലോഞ്ച് ആവുന്ന വരെ എടുക്കും. അപ്പോൾ ഈ ഫോണിന് വാറണ്ടി ബാക്കി നിൽക്കുക 14 ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും, പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് 14 ആകും. അതാണ് ഒരു യഥാർത്ഥ ആപ്പിൾ ലവർ. ആപ്പിൾ ലവർ കറക്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഈ സാധാരണക്കാർക്ക് എന്ത് ചെയ്യും, ബാറ്ററി മാറ്റിയ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗത്തിനനുസരിച്ചിട്ട് മറ്റുള്ള യൂസർ ഫോണല്ലേ, മറ്റുള്ളവർ ഉപയോഗിച്ചിട്ട് ബാറ്ററി ചാറാക്കിയിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ദുബായി ചേഞ്ച് ചെയ്തിട്ട് ഇവിടം വരും, നിങ്ങളിതെടുക്കും. സോ അതുകൊണ്ട് തന്നെ 7 ഒക്കെ ബാറ്ററി ചേഞ്ച് ചെയ്ത് നിങ്ങൾ നോക്കുക വേണ്ട, ബാറ്ററി ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം, എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. പക്ഷേ വേറൊരു രണ്ടാമത്തെ ഒരു കാര്യം, ഡിസ്പ്ലേ. നിങ്ങളെപ്പോഴും ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കണം. ബാറ്ററിയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ പ്രോബ്ലംസാണ് ബാറ്ററിൻ്റെ. പക്ഷേ ഡിസ്പ്ലേ അങ്ങനെയല്ല. ഡിസ്പ്ലേൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത പ്രൊഡക്റ്റിന് മാർക്കറ്റ് കുറവാണ്, അതായത് വില വളരെ ഡൗണാണ്. അപ്പോൾ ഡിസ്പ്ലേ മാറ്റിയ പ്രൊഡക്റ്റ് ആണോ ഡിസ്പ്ലേ മാറ്റാത്ത പ്രൊഡക്റ്റ് ആണോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് വേണം എടുക്കാൻ. ഓക്കെ, ബാറ്ററി ചേഞ്ച് ചെയ്ത പ്രൊഡക്റ്റ് നിങ്ങൾ എടുത്തോളൂ, യാതൊരു പ്രശ്നമില്ല. എൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യണം തോന്നി ഡീറ്റെയിൽ ആയിട്ട്. സോ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ വരുന്നു, വാട്ട് ഈസ് ബാറ്ററി ബൂസ്റ്റിംഗ്, എന്താണ് ബാറ്ററി ബൂസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ സെയിൽ ചെയ്ത എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ, നോർമലായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ ബാറ്ററി. പിന്നെ ചോദിക്കും ബാറ്ററിക്ക് എത്രയാണ് രൂപ, ഒറിജിനൽ ബാറ്ററി ആണോ ഇടുന്നത് ചോദിക്കും. അതിൻ്റെ ഒറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒറിജിനൽ ബാറ്ററി നമുക്ക് ഒരു മാർക്കറ്റിൽ, അതായത് സാധാരണ കച്ചവടം ചെയ്യുന്ന ഒരു മാർക്കറ്റിൽ ഒറിജിനൽ ബാറ്ററി നിങ്ങൾക്ക് കിട്ടില്ല. ആപ്പിൾ സ്റ്റോറിൽ നിന്ന് എടുത്ത ഒറിജിനൽ ബാറ്ററി എന്നിട്ട് ഇട്ടുകയാണെങ്കിൽ നിങ്ങളെ പറ്റിക്കലാണ്. അങ്ങനെ ഇട്ടില്ല കേസ്. അപ്പോൾ നിങ്ങൾക്ക് ഇട്ടിരുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാളിറ്റി, അതായത് മാർക്കറ്റിൽ 3 മാസം 4 മാസം വാറണ്ടി ഉള്ള സാധനം ഇട്ടുതരാം. ഓഫ് കോഴ്സ് നമ്മളിവിടെ ഇവിടുത്തെ കാര്യത്തിലായാലും അങ്ങനെ ആവും. ആപ്പിൾ കെയറിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് നല്ല പക്ക ജെന്യൂൻ ആയിട്ടുള്ള ബാറ്ററി ഇട്ടണമെങ്കിൽ 4000-6000 രൂപ കൊടുക്കേണ്ടി വരും. ഏത് വലിയ വേരിയൻറ്റിലുള്ള സാധനത്തിന്. ഈ സാധനത്തിൻ്റെ ബാറ്ററി കിട്ടാനാണെങ്കിലോ മുഷ്കിലാണ്, പണിയാണ്. കുറേ മുമ്പ് ഇറങ്ങിയ മോഡലല്ലേ. സോ ഗൈസ്, അപ്പോൾ ഇതാണ് ബാറ്ററി ബൂസ്റ്റിങ്ങിൻ്റെ യാഥാർത്ഥ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത് വരുന്നു. ഓഫ് കോഴ്സ് നിങ്ങളുടെ ഫേവറേറ്റ് ഐഫോൺ ഏതാണ് കമൻറ്റ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ജസ്റ്റ് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് രൂപത്തിൽ കളിയും കാര്യമായിട്ട് നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള സംഭവങ്ങൾ മനസ്സിലാക്കി തരാം എന്നുള്ളതാണ്. സോ ഇന്നത്തെ യുവാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ വിന്നറായിട്ടോ, ആപ്പിളിൻ്റെ വിന്നറാണ്. സോ അത് ഒന്നാമത് പറഞ്ഞാൽ ഈ ബ്രാൻഡിൻ്റെ വിജയം. സ്റ്റീവ് ജോബ്സ് വേറെ ലെവലാണ് കേസ്, പടത്തലവൻ ആപ്പിളിൻ്റെ. സോ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും ഇനി അങ്ങോട്ട് വരിക. ഫോണിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഡ്രോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. സോ അടുത്ത എപ്പിസോഡിൽ ആരും മിസ് ചെയ്യരുത്. ഐഫോണിൻ്റെ പുതിയ വിശേഷമായിട്ട് അടുത്ത എപ്പിസോഡിൽ